ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കാൻ കൃപയുടെ സിംഹാസനമാകുന്ന വാഗ്ദാന പേടകത്തെ ക്രിസ്തുവിനെ സമീപിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ സമീപിക്കാം? അതിനുള്ള യോഗ്യത, ആ യോഗ്യത, ഒന്നാമത്തെ യോഗ്യത നമ്മൾ വിശ്വാസമായിട്ട് കണ്ടു, രണ്ടാമത്തെ വിശുദ്ധിയായിട്ട് കണ്ടു, 3-ാം ദിവസം നമ്മൾ മാനസാന്തരമായിട്ട് കണ്ടു, 4-ാം ദിവസം വിനയമായിട്ട് കണ്ടു, 5-ാം ദിവസം ഉപദേശം മുറുകെ പിടിക്കുക വചനമായിട്ട് കണ്ടു, 6-ാം ദിവസം പ്രാർത്ഥന യോഗ്യതയായിട്ട് കണ്ടു. ഇനി 7-ാം ദിവസം അനുസരണയോടെ ജീവിക്കുക. അതാണ് അനുസരണയാണ് യോഗ്യത. യാക്കോബ് 1:22 നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വിശ്വാസത്തിന് അനുസരണ എന്നും പറഞ്ഞൊരു തത്സമവാക്യമുണ്ട്. നാം വിശ്വസിക്കണം എന്ന് വെച്ചതിന്റെ അർത്ഥം വചനം അനുസരിക്കുന്നതിന്റെ അർത്ഥം. അടുത്ത വചനം ഒന്ന് വായിച്ചേ, 1:21 വായിച്ചേ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവര് തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. എന്തൊരു ആഴമായ പ്രബോധനാണെന്ന് നോക്കിയേ. അതായത് കണ്ണാടി എടുത്ത് നോക്കുന്നു, അപ്പം അവൻ്റെ ഇവിടെ കണ്ടൊരു കുരുവുണ്ട്. ഇത് മരണമല്ല എന്ന് ഞാൻ പോവും, പിന്നെ അത് മറന്നു പോകും. പിന്നെ പിറ്റേ ദിവസം കണ്ണാടി നോക്കുമ്പോൾ ആ കുരുവോട് ഇരിപ്പുണ്ടാവും. ഏതായാലും അവൻ കണ്ണാടി തല്ലിപ്പൊട്ടി കഴിഞ്ഞ ഭാഗ്യം. ഞാൻ ഈ ദിവസങ്ങളിലേ ഒരു അണലി ഈ 2 കൊമ്പൊക്കെ തലയെ വെച്ചിരിക്കുന്ന ഒരു അണലിയില്ലേ, അണലി എടുത്ത് കൊണ്ടുവന്ന് ഒരുത്തനൊരു കണ്ണാടി വെച്ച്. അപ്പോൾ ഞാനും നോക്കി കണ്ണാടിയിട്ടാണ് കണ്ണാടി നോക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. അണലിപ്പാമ്പ് കണ്ണാടിയായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഞാനൊരുക്കും അതിൻ്റെ ഇണയായിരിക്കുമല്ലോ അതിൻ്റെ അകത്തുള്ള, ചിലപ്പോൾ ഇതിനൊരു ചെയ്യാൻ തോന്നുന്നു. എവിടെയായിട്ട് ആ പണ്ടര ഒറ്റ കൊത്ത് കണ്ണാടി ചിഹ്നവിനായിപ്പോയി. അപ്പം ചില ആൾക്കാർക്ക് കണ്ണാടിയെ പൊട്ടിച്ച് കളയവർ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കാണുന്ന തൻ്റെ രൂപം തന്നെ ആണെങ്കിലും കണ്ണാടിയെ പൊട്ടിച്ച് കളയും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ സഭയെയും ദൈവത്തെയും ഒക്കെ
വചനത്തെയൊക്കെ എതിർക്കുന്നവർ ചെയ്യണത് എന്താണ്? കണ്ണടി പൊട്ടിക്കലാണ്. അവർക്ക് ആത്മശോധനയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കണ എല്ലാം അവർ തകർത്തുകൾ ക്രിസ്തു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് കളയുമ്പോഴേ കാര്യം എന്താണ്? അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. കാര്യം അവർ ക്രിസ്തുവിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവിധ മ്ലേച്ഛതകളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരിക്കലും ദൈവവചനം ഉൾക്കൊള്ളാം. അവർ ദൈവവചനത്തിന് കണ്ണാടി കാണിച്ചാൽ അപ്പം പിടിച്ചു കളയും. അത് വചനമല്ല എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം അതുകൊണ്ട് വചനം സ്വീകരിക്കുന്നവരിന് വചനമാണെന്ന് പറയുന്നവരാ, പക്ഷേ ദൈവം അവർ അംഗീകരിക്കണം നിർബന്ധമില്ല. എന്താ കാര്യം? ദൈവം പറയും പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയും. നിങ്ങൾ അനുസരിച്ച് ജീവിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ വചനപീഠത്തെ സമീപിക്കാനുള്ള ഒരു യോഗ്യത, 7ാമത്തെ യോഗ്യത എന്ന് പറയുന്നത് വചനം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ